ഇസ്ലാമിക് സെന്ററിന്റെ നിർമ്മാണം മുതൽ തന്റെ ജ്വാജ്വല്യമായ പ്രവർത്തനങ്ങളാൽ നമുക്ക് ആവേശം പകർന്നു തന്ന് ഇന്നും നമുക്ക് ഊർജം നൽകുന്ന ബഹുമാനപ്പെട്ട നാസർ മാസ്റ്റർ ഇസ്ലാമിക് സെന്റർ 1ാം വാർഷിക 1ാം സദസ്സിൽ സ്വാഗത ഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സ്വാഗതം സാഭിമാനം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫാ വഅലാ ആലിഹി വസഹ്ബിഹി ഹും അഹ്ലി സുദ്ഖി വൽ വഫാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, ആദരണീയരായ നമ്മെ ഇന്ന് അഭിസംബോധന ചെയ്യുന്ന ഇബ്രാഹിം മുണ്ടക്കൻ സാഹിബ് അവറുകളെ, നമ്മുടെ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് മജീദ് ഫൈലി ഉസ്താദ്, മേഖല SKSSFന്റെ ട്രഷറർ കൂടിയായ അബ്ദുൾ റഷീദ് ഫൈലി ഉസ്താദ്, സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയായി എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അബ്ദുള്ള ദാരിമി ഉസ്താദ്, ഇസ്ഹാഖ് ദാരിമി ഉസ്താദ്, സ്വാഗത സംഘം ചെയർമാൻ റൈഹാൻ അബ്ദുള്ള സാഹിബ്, നമ്മുടെ ജമാഅത്തിന്റെ അഭിവന്ദനായ അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ പരിപാടികളിൽ എന്നും നമുക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിവന്ദനായ സി കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബ്, ദാരിമി ഉസ്താദ്, മറ്റ് പ്രിയങ്കരായ പ്രവർത്തകന്മാർ, അൽഹംദുലില്ലാഹ് നമ്മുടെ ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ 1 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ദിവസത്തിലാണ് നമ്മുടെ ഇസ്ലാമിക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. കേവലം 1 വർഷം കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങളും പദ്ധതികളുമായി ഈ സമൂഹത്തിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇസ്ലാമിക് സെന്ററിനും അതിന്റെ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാന പുരസ്സരം ഞങ്ങൾ ഓർക്കുകയാണ്. ഞാൻ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്ക് 2 പ്രഭാഷകർ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് പറയാൻ, കേട്ടറിവ് മാത്രമുള്ള നമ്മൾ കണ്ടറിഞ്ഞവർ ശംസുൽ ഉലമയെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് നമ്മോട് അഭിസംബോധന ചെയ്യാൻ, നമ്മോട് വിസ്തരിച്ചു തരാൻ അഭിവന്ദനായ ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബുണ്ട്. ശേഷം പ്രഗത്ഭനായ പ്രാസംഗികൻ യഹ്യ ബാക്കവി നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്ക് വഴിമാറി കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷം ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, പരിശുദ്ധ ഖുർആനിലെ ഒരായത്തെങ്കിലും മനഃപ്പാഠമാക്കുന്നവർക്കുള്ള പ്രതിഫലം അത് വഴിയേ ഉസ്താദുമാർ വിശദീകരിച്ചു തരും. ഇൻഷാ അല്ലാഹ് അതിലൊരു ഭാഗവാക്കാകണം നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രദേശത്തുകാർ, അയൽ പ്രദേശത്തുകാരല്ല. ഈ ദൗത്യവുമായി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിയപ്പോ ഒരു അഭൂതപൂർവമായ ഒരു വലിയ വിജയമായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും അധികം നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുള്ള റൈഹാൻ സാഹിബ് അടക്കമുള്ള പേരെടുത്ത് പറയാനെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടി എല്ലാം മറന്ന് നമ്മോട് സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇനി 1 വർഷം 2ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അതിന്റെ ഉദ്ഘാടനമായിരിക്കണം നമുക്ക് നടക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ പരിപാടി ഒരു കല്ലൂരാവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രമാണ്. കാരണം ഇതുപോലെയുള്ള ഒരു സമ്മേളനം കാസർഗോഡ് ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ 1ാം വാർഷികം കടന്നു പോകുന്നത്. വിശാലമായ മുറ്റത്ത്, വിശാലമായ ഈ വയലിൽ ഇതുവരെ ഒരു സംഘടനക്കും ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ പോയിട്ട് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരവസ്ഥയിലാണ് വളരെ ധൈര്യപൂർവ്വം ഈ പരിപാടിക്ക് വേണ്ടി ഈ സ്ഥലം ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇനി ഇന്നു മുതൽ 7 വരെ ഇവിടെ വിശുദ്ധ ഇസ്ലാമിന്റെ ആ മസ്അലകളും മറ്റെല്ലാം ഇവിടെ
ഇവിടെ പ്രതിധ്വനിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരെ ഒന്നും ഈ സമയത്ത് ഓർത്തിട്ടില്ല എങ്കിൽ അത് വലിയ വിഷമായിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, 10-20 ദിവസമായി നമ്മുടെ ഇവിടുത്തെ യുവാക്കൾ സമസ്ത എന്ന് പറഞ്ഞാൽ വളരെ ആവേശപൂർവ്വം, അവർക്ക് സമസ്ത ഒരു വികാരമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർക്ക് ആവേശമാണ്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റൊന്നുള്ളൂ എന്നതുപോലെ ഊണും ഉറക്കും കഴിഞ്ഞു ഈ സംഘടനയുടെ, ഈ സമസ്തയുടെ സന്ദേശം ജില്ലയുടെ മുക്കിലും മൂലയിലും എത്തിക്കാൻ അഹോരാത്രം പരിശ്രമിച്ച പ്രിയപ്പെട്ട യുവാക്കളെയാണ് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. സമസ്തയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും എന്ത് പ്രവർത്തിക്കാനും സമസ്ത എവിടെ വിളിക്കുന്നുവോ, എന്ത് ആഹ്വാനം ചെയ്യുന്നുവോ അത് ശിരസ വഹിക്കുവാൻ വളരെ ത്രാണിയുള്ള, ശേഷിയുള്ള, ശേമുഷിയുള്ള നമ്മുടെ യുവാക്കൾ. അള്ളാഹു അവർക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ഈ സമസ്തയ്ക്ക് വേണ്ടി മഹാനായ ശംസുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് നയിച്ച ഈ മഹാപ്രസ്ഥാനത്തിന്റെ ധ്വജവാഹകരാകാൻ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ ഭാഷണത്തിൽ, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഇന്ന് പ്രഭാഷണം നടത്തുന്ന ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബ്, അതുപോലെ നമ്മുടെ ഇന്ന് പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന യഹ്യ ബാക്കവി തുടങ്ങിയുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത് ബഹുമാന്യനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ വളരെ അത്യാവശ്യമായ പരിപാടി ഉണ്ടായതുകൊണ്ട് രാവിലെ നമ്മുടെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്ത് വന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും ഓരോ ആളെ പേര് പറയുന്നില്ല. നമ്മുടെ സി.എച്ച്. കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബ് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ സംഘടനയെ നെഞ്ചേറ്റിയ, ഈ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യനായ സി.എച്ച്. കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബ്. അതുപോലെ മറ്റൊരു പ്രത്യേക പറയാനുള്ളത്, ഈ പരിപാടിക്ക് വേണ്ടി ഏകദേശം 10-20ഓളം യുവാക്കൾ ഗൾഫിൽ നിന്ന് അവരുടെ തൊഴില് താൽക്കാലികമായി വിരാമിട്ടുകൊണ്ട് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിയ വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അവർക്ക് ഈ സമസ്തയോടുള്ള കൂറ്, അവർക്ക് ഈ സമസ്തയോടുള്ള ആവേശം, അവർക്ക് ഈ സമസ്തയോടുള്ള അഭിനിവേശം എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ ഞാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു താല ഈ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇനിയും അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ബഹുമാന്യനായ കുഞ്ഞബ്ദുള്ള ഫൈലി ഉസ്താദ് അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ സ്ഥലത്തെത്തും. നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് ബഹുമാന്യനായ ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബ് സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള മുഴുവൻ ഉസ്താദുമാരെയും, മേഖല SKSSF-ന്റെ, SYS-ന്റെ, SMF-ന്റെ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ, അങ്ങനെ അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും, ഈ പ്രിയപ്പെട്ട സഹോദരിമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുകൊണ്ട് ഈ പരിപാടി നമ്മെ അഭിസംബോധന ചെയ്യാൻ ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബിനെ അഭിമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ക്രൈസ്തവ സഭയിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരുന്ന പാതിരി, ശംസുൽ ഉലമയുടെ സുറിയാനി ഭാഷയിലുള്ള മൂല്യവത്തായ ചോദ്യത്തിന് വത്തിക്കാനിൽ പോലും ഉത്തരമില്ലാതെ മടങ്ങി വന്ന പാതിരി, അരനൂറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശിയായിരുന്ന മിഷനറി പ്രവർത്തകന്മാരുടെ പേടി സ്വപ്നം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ സാരവത്തായ പ്രസംഗം കേട്ട് പൈശാചിക വഴിയെ അറബിക്കടലിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിന്റെ സ്വാദ്വല തീരത്തേക്ക് കടന്നു വന്ന ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബ് നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ശംസുലമയെ പറ്റിയാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. സഹോദരന്മാരെ, ഞാനൊരു കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ
ഒരടിത്തട്ട. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എറണാകുളം ജില്ലയാണ്. ഞാൻ പഠിച്ചതൊക്കെ ആലുവയിലാണ്. 1959 ഞാൻ അച്ഛനായിട്ട് ആ കോട്ടും വാങ്ങിച്ചു വന്നത്. ഒരു 4 പ്രാവശ്യം റോമിലൊക്കെ പോയിട്ടുണ്ട് മാർപ്പാപ്പയുടെ അടുത്ത്. പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ബൈബിളിൻ്റെ പല കോഴ്സുകൾ ഞാൻ നേടിയിട്ടുണ്ട്. എനിക്ക് കാണാപ്പാഠമാണ്. 1968-69 വന്നിട്ട് ഞാൻ അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറിയായി. കേരളത്തിൻ്റെ, എൻ്റെ പേര് ജോൺ മുണ്ടക്കൻ, ഇപ്പം ഇബ്രാഹിം മുണ്ടക്കനാണ്. എനിക്കെല്ലാ സമ്പത്തും സുഖങ്ങളൊക്കെ എനിക്കുള്ള ആളാണ്. എൻ്റെ കുടുംബത്തിലെ 22 അച്ഛന്മാരുണ്ട്. എൻ്റെ അനിയനും പള്ളിയിലച്ഛനാണ്, ഫാദറാണ്. പെങ്ങന്മാര് കന്യാസ്ത്രീയാണ്. മൂത്ത ചേട്ടൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർഡാണ്. തള്ളയും തള്ളയും ഇല്ല. പക്ഷെ ഞാൻ ഇതെല്ലാ സുഖവും വിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു? ഈ ഇസ്ലാമിൽ വന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തരണം ചെയ്തുകൊണ്ട്, പട്ടിണി കിടന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ തത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ എന്തിനു വേണ്ടി വന്നു? പക്ഷെ അതല്ല ഇവിടെ വേണം. യഥാർത്ഥം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യമായിട്ട് 1974-75 ഞങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മുസ്ലിം സമുദായത്തിലുള്ളവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരണം. അത് റോമിലും വത്തിക്കാനിലും പോളണ്ടിലും ഫ്രാൻസിലും ഫിലിപ്പീൻസിലും മോസ്കോയിലും പല രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണങ്ങൾ ഇങ്ങനെ ഒഴുകുമായിരുന്നു. എന്നാ അത് വെച്ചും കൊണ്ട് ഞങ്ങൾ പാവങ്ങളെ വശീകരിക്കുമായിരുന്നു ഒരു കാലത്ത്. 76 മലപ്പുറം ജില്ല മഞ്ചേരിയിൽ വന്നുകൊണ്ട് ഞാൻ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഞങ്ങൾ 8 ഫാദർമാരുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരാളിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അന്ന് കഴിഞ്ഞിട്ടില്ല. അറബി അറിയുന്ന ആൾ ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ശൈഖ്ന ശംസുലമ മഹാനവറുകൾ പട്ടിക്കാട് ജാമ്യ എന്ന് ഒരു ഫാദർ അലബി എന്ന് പറഞ്ഞ ഒരു അലബി ഉണ്ടായിരുന്നു. ആ അലബീനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ആ അലബി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ അലബീനെ തെരഞ്ഞു നടന്നു. അലബീനെ തെരഞ്ഞ് അലബീനെ കിട്ടി. അലബീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ക്രിസ്ത്യൻ മതമാണ് യഥാർത്ഥ മതം, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വരാമെന്ന്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് പണമൊക്കെ വാരിക്കൊടുത്ത്, എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരുന്നത് മഹാനായ ശൈഖ്ന ശംസുലമ ആരാന്നുള്ളത്, അതിൻ്റെ ഉദാഹരണം എന്താണെന്നുള്ളത്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാം, മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് എടക്കര പുഴയിൽ പോയിട്ട് അവനെ പുഴയിൽ അരക്കി വെള്ളത്തിൽ നിന്ന് ഇറക്കി നിർത്തിയിട്ട് അവനെ ആ മാമോദീസാമയ്ക്ക് അവനെ യോസഫ് എന്ന് പേരിട്ട്, അങ്ങനെ അവനെ ഇവിടെ ഒരു സ്ഥലത്തിരുത്തണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ വന്നിട്ട് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടന്ന് അങ്ങനെ കുറച്ച് സ്ഥലം മഞ്ചേരി ടൗണിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. ആ സ്ഥലം മാറ്റി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. എന്നിട്ട് ആ ബിൽഡിങ്ങിൽ ഞാൻ ഒരു പേര് വെച്ചു, മർക്കസുൽ ഫിസാറ. ഒരു പേരും വെച്ച് ഈ ഫാദർ അലബീന എന്ന് പറയുന്ന, അന്ന് ഫാദർ അല്ല അലബി, അതായത് യോസഫ്, അവനവിടെ വെറ്റി. അവൻ അറബി ആയത്തെ കുറിച്ച് ഇങ്ങനെ ബുക്കിറക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 78-79 മഹാനായ ശൈഖ്ന ശംസുലമ ഈ വേരും അറിഞ്ഞുകൊണ്ട് മഞ്ചേരി സവാളിലെത്തി. എത്തിയിട്ട് ഞങ്ങളെയൊക്കെ ക്ഷണിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നൊരു വാർണിംഗ്, ഇവിടെ ജബൂർ എന്താ, തവറാത്ത് എന്താ, ഇഞ്ചീൽ എന്താ, ബുർഖാൻ എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് தெரியும். അതുകൊണ്ട് നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ട, അവൻ സ്ഥലം വിട്ടുകൊള്ളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് കണക്കാക്കിയത്, ഞങ്ങൾ അച്ഛന്മാരാണ്,
ഒരു പഴഞ്ചൻ മോര്യാര്, ഒരു തലയിൽ കെട്ടും താടിയും അല്ലാതെ ഇയാൾക്ക് എന്തറിയാം എന്നുള്ള ഒരു പുച്ഛമായിട്ടുള്ള ഒരു ഉദാഹരണം അന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആ 79 മുതൽ 80 വരയ്ക്കും നിലമ്പൂർ പ്രദേശത്തിലുള്ള ആ ഉൾപ്രദേശങ്ങളിൽ നിന്ന് 68 മുസ്ലിം കുടുംബത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ മതം മാറ്റിയെടുത്തു. വെറുതെ അല്ല, പണം വാരി കൊടുത്തിട്ട് അവരുടെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ, പുല്ലുകൊണ്ട് മേഞ്ഞ പെരകളിൽ വന്നിട്ട് നല്ല ഓട് മേഞ്ഞ് നല്ല പെരകൾ ഉണ്ടാക്കി, അങ്ങനെ എല്ലാ ഇതുകളും ചെയ്ത് മനസ്സിലാക്കണം. 68 മുസ്ലിം കുടുംബത്തിന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റി ഇടത്തും കൊണ്ട് 1980 ഇടക്കര വെച്ചും കൊണ്ട് ഞാൻ വെല്ലുവിളിച്ചതാണ്. കാരണം എനിക്കറിയാം ഇവിടെ ഇന്ത്യയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി ഭാഷ അറിയുന്ന ഒരു പണ്ഡിതന്മാരും കേരളത്തിലില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവരെ മറിച്ചിടാം എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ഞാൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി നേരിട്ട് വന്നാണ് മഹാനായ ശൈഖുനാ ശംസുലമ എടക്കര. അദ്ദേഹത്തിന് മാത്രം ആ മുസ്ലിയാരങ്ങാടി ഒരു പാടത്ത് ഒരു സ്റ്റേജ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഫാദർമാർക്കൊക്കെ കസേരയിട്ട് തന്നു. മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് ജനങ്ങൾ, ക്രിസ്ത്യൻ സമുദായവും മുസ്ലിമുമായിട്ട് ആദ്യമായിട്ടുള്ള ഒരു സംഭാഷണം അന്ന് അവിടെ നിന്ന് ഞങ്ങൾ തമ്മിൽ 5 മണിക്കൂർ നേരം ബാധിച്ചു. ഞാൻ പറഞ്ഞ അവസാനത്തെ നബി ഈസയാണ്, അതിന് തെളിവുണ്ട് എൻ്റെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞു. തെളിവുണ്ടോന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ നിന്റെ തെളിവെന്ന് ചോദിച്ചു, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പുതിയ സുറിയാനി ഗ്രന്ഥവും കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ അദ്ദേഹം ഇങ്ങനെ മറിച്ച് നോക്കി. അപ്പൊ ഞാൻ ചിരിക്കായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ സുറിയാനി അറിയാത്ത ഇവരൊക്കെ എന്തിനാ ഈ മറിക്കുന്നതെന്ന്. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സുറിയാനി അറിയാമെങ്കിൽ അത് 5-ാമത്തെ പേജിൽ നിങ്ങൾ നോക്കണം. അതിൽ അവസാനത്തെ നബി ഇവിടെ വന്ന 1,24,000 ചിലവാന അമ്പ്യാക്കന്മാരില് അവസാനത്തെ നബി അതിലുണ്ടായില്ല. അത് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു. അതിൽ കാണാം നിങ്ങൾ നല്ലോണം നോക്കി സുറിയാനി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം ഇതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഈ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ ബൈബിൾ എടുത്ത് വലിച്ചേറെ. ഞാൻ പറഞ്ഞു, അത് പരിശുദ്ധമായിട്ടുള്ള ബൈബിളാണ്, അതിനങ്ങനെ എറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അതല്ലടോ ഗ്രന്ഥം, അതല്ല, എൻ്റെ അടുത്തുണ്ട് ഗ്രന്ഥം, നീ അടുത്ത് വാ മൈക്കിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു പഴയ ഒരു സുറിയാനി ഗ്രന്ഥം എടുത്ത് കയ്യിൽ തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, 3-ാമത്തെ പേജിൽ നിന്ന് മറിച്ചിട്ട് അതിൽ നോക്ക്, അവസാനത്തെ നബി ഏതാന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സുറിയാനി തനിക്ക് അറിയാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ഞാൻ ആ 3-ാമത്തെ പേജ് മറിച്ച് നോക്കുമ്പോ അതില് പഴയ പുതിയതിൽ കണ്ട പക്ഷെ ഇതെന്താ പഴയതില് മകർദി മാസൽ മുഹൂദി അഹമ്മദ് അഹമ്മദ് എന്ന് എവിടെ നോക്കിയാലും കാണാം. ആരുടെ പേര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പേര് അഹമ്മദ് എന്നാ കാണുന്നത്, മഹ്മദ് എന്നല്ല. ലാദൽ ലക്രിയ ലാദൽ ലഖൂദി അക്രി ആദൽ മുഖൂദി ആദൽ അഹമ്മദ് എന്നേ വരുള്ളൂ. സുറിയാനി പദത്തിൽ കൂടെ മഹ്മദ് എന്ന് കൂടുതൽ വരുമില്ല. അത് ഞാൻ കണ്ടപ്പോ ആകെപ്പാടെ വെപ്രാളപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തും കൊണ്ട് പെട്ടെന്ന് പോയി തലയും കൂടി ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. പിന്നെ അദ്ദേഹം എന്നെ വിട്ടിട്ടില്ല. ഓരോ ചോദ്യങ്ങളെങ്കിലും ചോദിക്കാൻ തുടങ്ങി സുറിയാനിയിൽ. പിന്നെ അദ്ദേഹം വായിൽ വരുന്ന മുഴുവൻ സുറിയാനിയാണ്, വേറെ ഒരു ഭാഷ വരില്ല. അതിന് ഞാൻ ആകപ്പാടപ്പെട്ടു. ആ ഗതികെട്ടിൽ ലാസ്റ്റിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ് ഞങ്ങൾ പരാജയപ്പെട്ടു, ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് നിങ്ങൾ ആ പോർത്തിൽ ഉൾപ്പെടുക. മലപ്പുറം ജില്ല എന്ന് ഒറ്റ ഒരെണ്ണത്തിന് മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ മതത്തിൽ മതം മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പിടാൻ പറഞ്ഞു. ഇവിടുന്ന് 68 കുടുംബം നിങ്ങൾ മാറ്റിയില്ലേ എന്ന് പറഞ്ഞ് ഉസ്താദ് എൻ്റെ അടുത്ത് കുറച്ച് ഇതായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒപ്പിടില്ല, ഒപ്പിടാതെ പോകാൻ നിങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ പോലീസൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് സ്റ്റേജില്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഒപ്പിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്, ഇവിടെ ഞങ്ങളുടെ മെത്രാന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവരെ കൊണ്ടുവന്ന് പറയാമെന്ന്. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ വേണം ഒപ്പിടാൻ, നിങ്ങളാ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഞാൻ ആകപ്പാടപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നിയത് എന്താ, അപ്പൊ ഇതാണ് യഥാർത്ഥം. പക്ഷേ അതും സുറിയാനി ഇതും സുറിയാനി. അപ്പൊ അതിൽ കാണുന്ന എന്താ, അവസാനത്തെ നബി അഹമ്മദ് എന്നാണല്ലോ.
അപ്പൊ അതാണ് യഥാർത്ഥം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ പുറത്ത് പറഞ്ഞില്ല. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണം. ചോദിച്ചുകൊണ്ട് അതിന് മറുപടി തന്നാൽ അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ, അപ്പോഴാണ് ഉസ്താദെ എന്ന് വിളിക്കുന്നത്, ഉസ്താദെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് എനിക്ക് മറുപടി തരണം. മറുപടി തന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ 1.25 ലക്ഷം അമ്പ്യാക്കന്മാർ വന്നിട്ടുണ്ട് അല്ലേ ഉസ്താദെ? അതെ, ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലേ? അതെ. എന്നാൽ അവരൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന അപ്പോൾ യഹോവ എടുത്ത് കൈ നീട്ടി അതിനും അപ്പോൾ ഉത്തരം കിട്ടും. യഹോവ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന് അതിന്റെ അർത്ഥം. അതെ. 4-ാം വയസ്സിൽ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു പണ്ഡിതൻ നിങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, സംസുലമ. സംസുലമ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയില്ല. അതൊരു പ്രകാശം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ചോദിച്ചോളാൻ പറഞ്ഞു. ഉസ്താദെ, ഇപ്പോ എനിക്കപ്പോ തോന്നിയതാണ്, അല്ലാതെ വേറെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിച്ചിട്ട് വന്നതല്ല, എനിക്കപ്പോ ചോദിച്ചതാണ്. മനസ്സിലായത്? ഞാൻ ചോദിച്ചു, ഉസ്താദെ, ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ ഞാൻ കിടത്തും, അതിനെ കൊണ്ട് സംസാരിക്കാൻ ഉസ്താദിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് ആ മയക്കിൻ്റെ അടുത്ത് നിന്നും കൊണ്ട് പെട്ടെന്ന് ആ കസേരയിൽ അവിടെ ഇരിക്കുകയും 2 കൈയും ഇങ്ങനെ വെച്ചുകൊണ്ട് തലയും കുനിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം ആ ഇരുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഇരുത്ത് ഇരുന്നും കൊണ്ട് എണീറ്റും കൊണ്ട് മയക്കിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, എവിടെയോ നിന്റെ മരണപ്പെട്ടു അയാളുടെ മൃതദേഹം, അത് കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കിടത്ത്, അതിനെക്കൊണ്ട് ഞാൻ സംസാരിക്കാൻ കഴിയുമില്ലെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു. കാരണം എന്താന്ന് പറഞ്ഞു തന്നാല് ഈ 10 മിനിറ്റിന് എനിക്ക് തോന്നിയതാണ്, ഈ 10 മിനിറ്റ് നേരം കയ്യും കെട്ടി തലയും കുനിഞ്ഞിരുന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോ ഇപ്പൊ കൊണ്ടുവന്ന ഒരു മനുഷ്യനെ വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിയും എന്നുള്ള ധാരണ എനിക്കുണ്ടായി. പക്ഷേ ആ രാത്രി എനിക്ക് ഇവിടുത്തെ രാത്രി 3:45 മണിക്ക് എവിടുന്ന ഒരു മരിച്ചയാളുടെ മൃതദേഹം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരുജനെ തല്ലിക്കൊന്ന് കൊണ്ടുവരണ്ടേ? നടക്കുന്ന കാര്യമല്ല. അതിൽ നിന്ന് ആകെ പരാജയപ്പെട്ട് വേഗം ഒപ്പിട്ട് ഞങ്ങൾ അവിടുന്ന് ഓടിപ്പോയി. മനസ്സിലാക്കണം. അവിടെ നിന്ന് ഓടിപ്പോയിട്ട് പിറ്റേ ദിവസം എറണാകുളത്ത് വെച്ചുകൊണ്ട് എൻ്റെ നേതാക്കന്മാരുടെ ഞാൻ ചോദിച്ചു, ആ 4-ാം വയസ്സുള്ള പണ്ഡിതൻ ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് മറുപടി കൊടുത്തിട്ടില്ല? അതെനിക്കറിയാം. അത് സാധാരണ ഒരു മൗലിയാരാന്ന് പറഞ്ഞു. അയാൾക്ക് മറുപടി കൊടുക്കാന്ന്. സാധാരണ മൗലിയാരല്ല, സംസ്ലമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എനിക്കതറിയണം. യേശുവിനെ കുരിശിൽ തറച്ചോ അല്ല ഉയർത്തപ്പെട്ടതാണോ എന്നുള്ളത് എനിക്കറിയണം. അത് അറിഞ്ഞും കൊണ്ട് വേണം ഇതിന് എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളിപ്പോ അതൊന്നും ചോദിക്കണ്ട, നിങ്ങൾ റോമിൽ പോവുക, റോമിൽ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം മറുപടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അമർത്തിയിരുത്തി. അത് മാത്രമല്ല എൻ്റെ സഹോദരന്മാരെ, ആ ദിവസങ്ങൾ വരുന്നവരെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മുറിയിൽ നിന്ന് ആ പുതിയതും പഴയ സുറിയാനിയും പുതിയതും എൻ്റെ അടുത്തുണ്ട്, പഴയ സുറിയാനി ഗ്രന്ഥം, അതും പുതിയതും എടുത്തു വെച്ച് നോക്കിയപ്പോൾ സംസ്ലമ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും റോമിൽ പോയി വരട്ടെ. അങ്ങനെ റോമിൽ ചെന്നിട്ട് മാർപ്പാപ്പനൊന്നും കാണാൻ നിന്നില്ല. ജോൺ പോൾ രണ്ടാമനൊന്നും ഞാൻ കാണാൻ പോയിട്ടില്ല. അതിന് മുമ്പൊക്കെ പോകുന്ന സമയത്ത് ഓടിപ്പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരങ്ങളൊക്കെ ഞാൻ മുത്തുമായിരുന്നു. പക്ഷെ അന്ന് പോയിട്ട് ഞാൻ നോക്കിയില്ല. ആളെ ഒരു മോതിരം മുത്താൻ പോയിട്ടില്ല, അയാളെ നോക്കാനും പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറി കർണാൾ റോക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് വേണം, ഞങ്ങൾക്ക് 1 കൊല്ലത്തെ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് പെർമിറ്റ് തന്ന് ഞങ്ങൾ പ്ലെയിൻ കയറ്റി അമേരിക്കയിലേക്ക് വിട്ടു. എൻ്റെ സഹോദരന്മാരെ, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അമേരിക്കയിൽ പോകുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. എനിക്ക് അപ്പൊ തോന്നി യഥാർത്ഥ മതം ഇസ്ലാം മതം, അതിന്റെ തത്വങ്ങൾ എന്താന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടാ അമേരിക്കയിലേക്ക് ഞാൻ പെർമിറ്റ് ചോദിച്ചത്, ഇസ്രായേലിലേക്ക്. അവിടെ ഒരാളുണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആള്. അയാളത്താണ് ഞാൻ അതിന്റെ പോയിന്റ് ചോദിക്കാൻ പോയത്. ബാറ്റിങ്ങിന്റെ ലോക ചാമ്പ്യനായിട്ടുള്ള ഒരു മുഹമ്മദ് അലി എക്ലെ ഉണ്ട്, എക്ലെ, കറുത്ത മനുഷ്യൻ, നീക്രോ. അയാളത്ത് ഞാൻ ചെന്നപ്പോ അയാൾ ഞങ്ങളെയൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നു?
ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് ക്രിസ്ത്യൻ മതത്തിൽ എന്താ തെറ്റ് കണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതത്തിൽ സ്വീകരിക്കാനുള്ള കാരണം ലോക ചാമ്പ്യൻ എന്നുള്ള ആ കിരീടവും മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ചെന്ന് ഹോട്ടൽ റിക്കലിൽ കയറി പേരൻ എന്ന് സപ്ലയർ വിളിച്ചപ്പോൾ സപ്ലയർ വന്നു. അവൻ വെള്ളക്കാരനാണ്, അവനും അമേരിക്കൻ പൗരനാണ്. ഞാൻ അവൻ്റെ അടുത്ത് ചായ ചോദിച്ചു, ഞാൻ കറുത്തവനാണല്ലോ. ചായ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, എന്നെ പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചും കൊണ്ട് ചോദിച്ചു, ഞാൻ എന്തിനാ പുറത്തു പോവാ എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും അവൻ കാല് മുതൽ തലവരെ നോക്കിയിട്ട് പറഞ്ഞു ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം. എന്നിട്ട് അവൻ്റെ അടുത്ത് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ചോദിച്ചു, വൈനാട്ട് എന്തിനാ ഞാൻ പുറത്തു പോവാ, കാര്യം പറ എന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ കറുത്ത മനുഷ്യനെയും നായനെയും ഞങ്ങൾ ഒരേമാതിരിയാ കണക്കാക്കൽ, ഐ സേ യു ഗെറ്റ് ഔട്ട് കേറ്റടി ഔട്ട് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അതൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്ന് ഓരോ മാസമുള്ള പണ്ഡിതന്മാരെയും കണ്ട് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, ലോകത്ത് വെച്ച് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും എൻ്റെ സമ്പത്ത് മുഴുവനും വാരിയെറിഞ്ഞ് ഇസ്ലാമിന് വേണ്ടി ഞാനും എൻ്റെ മകൾ ലൈലായും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സമാധാനമായി. അവിടെ നിന്ന് ഞാൻ പോയി. അവിടെ നിന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇസ്രായേലിൽ പോയി. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇനി അപ്പോൾ എനിക്ക് ഞാൻ ഉറപ്പിച്ചതാണ്, ഇനി ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുകയാണെന്ന് ഞാൻ അവിടെ നിന്ന് തീരുമാനപ്പെടുന്നു അമേരിക്കയിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. എനിക്കെന്താ അവിടെ ഒരു പള്ളിയുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് പള്ളി. അത് ചരിത്രമായിട്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ള ഒരു ഐറ്റമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി. സക്കറിയാ നബി അലൈഹി ഇസ്ലാമും മറിയം ബീവി കുട്ടിയായിരിക്കുന്ന കാലത്ത് കുടിയിരുന്ന ഒരു പള്ളി. മുസ്ലിം സമുദായത്തിന്റെ ആദ്യത്തെ കിബില. അങ്ങനെ ഒരു സാധനം അവിടെ നിന്ന് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അത് കണ്ടു. ഇവിടെ വന്ന 1,24,000 ചില്ലുവാൻ അമ്പ്യാക്കന്മാരിൽ ഒരുപാട് നബിമാരുടെ കബർസ്ഥാനം അവിടെ ഉണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കബർ വരെ അവിടെ ഞങ്ങൾ കണ്ടു, പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ വന്ന് ലാസ്റ്റ് 84 ലാസ്റ്റിൽ വെച്ച് എറണാകുളത്ത് വെച്ച് എൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മത്രാന്മാരുണ്ട്, ആർത്ത് ബിഷപ്പുണ്ട്, കർദിനാളുണ്ട്. അങ്ങനെ അവരുടെ ഞാൻ ചോദിച്ചു, യേശുവിനെ കുരിശിൽ തറച്ചോ അല്ല ഉയർത്തപ്പെട്ടതാണോ? അത് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് നബിമാരികള് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ആണിയടിക്കാൻ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടൂല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ബാധിച്ചു. സക്കറിയാ നബി അലൈഹി ഇസ്ലാമിനെ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് യഹൂദികളൊക്കെ വിരട്ടിക്കൊണ്ട് ഓടുമ്പോൾ ഒരു മരം രണ്ടായിട്ട് വളർന്ന് അതിൻ്റെ അകത്ത് കയറി അദ്ദേഹത്തിന് വാള് കൊണ്ട് അറുത്ത് കൊന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ആണിയടിക്കാൻ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടൂല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് വാദിച്ചപ്പോൾ പറഞ്ഞു, മുണ്ടക്കന് ഭ്രാന്താണ്, മുണ്ടക്കന് ഭ്രാന്താണ് എനിക്ക്. അപ്പൊ തന്നെ ആ നീളക്കുപ്പായം ലോകമുണ്ടല്ലോ വലിച്ചു ഊരി അവരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞാനുമായിട്ട് യാതൊരു ഇടപാടില്ല. മുണ്ടക്കൻ്റെ കുടുംബത്തിൽ 22 അച്ഛന്മാരുണ്ട്, ഞാൻ മാത്രം ലോക ഊരാണ്. നമ്മളുമായിട്ട് യാതൊരു ഇടപാടില്ല, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാ, നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ വെല്ലുവിളിച്ച് എൻ്റെ സ്നേഹിതന്മാരുടെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാ, ഈ പൊള്ളത്തണത്തിൽ കൂട്ടിരിക്കാൻ എന്നെ കിട്ടൂല, എൻ്റെ കൂടെ വരാനുള്ളവർ എൻ്റെ കൂട്ടത്തിൽ വാ. അങ്ങനെ വന്നിട്ട് അതിൽ വന്നിട്ട് മലയും കുന്നും കയറി പ്രവർത്തിച്ച് പട്ടിണിയും കിടന്ന് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അവസാനം യഹോവയുടെ നമുക്ക് നല്ലത് കിട്ടും. അല്ലെങ്കിൽ ഇതിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവസാനം ഇടത്തോട്ടുള്ള വഴിയാ കിട്ടുക, ഏതാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചപ്പോ 39 അച്ഛന്മാർ കുപ്പായം ഊരി. ഞങ്ങൾ 40 അച്ഛന്മാർ 85 ഏപ്രിൽ 24 പൊന്നാനി മോഹനത്തിൽ ചെന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലാക്കണം. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നന്ദി ദാറുസ്സലാം കോളേജിൽ ചെന്നിട്ട് മഹാനായ ശൈഖുനാ സംസലമയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം സന്തോഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, വന്നാൽ പോരാ, അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പോയി. മനസ്സിലാക്കണം, ഞാൻ ശൈഖുനാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 96 വഫാത്താവുന്നവരെ ശൈഖുനാന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം. ആ സമയത്ത് ഞാൻ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പ്രവർത്തിച്ചു. ഒരുപാട് പേരെ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരെയും മറ്റേ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബങ്ങൾ. മനസ്സിലാക്കണം. അവസാനം പറഞ്ഞ് എനിക്ക് തന്ന നിർദ്ദേശമാണ്,
68 കുടുംബം നിങ്ങൾ മാറ്റിയിട്ടുണ്ട് എടക്കരയിൽ നിന്ന്. മുസ്ലിങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അവരെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് തന്ന നിർദ്ദേശമാണ്. എടക്കര പോയി തീർന്നാൽ ക്രിസ്ത്യാനികൾ കണ്ടു തീർന്നാൽ എന്നെ കഷ്ണമാക്കി ശരിയാക്കും. അതാണ് അന്നത്തെ ശരി. കാരണം അന്നത്തെ ക്രിസ്ത്യാനികളൊക്കെ ഞാൻ അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറി, അച്ഛനാണ്, ബാധിക്കാൻ വന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടു തീർന്നാൽ എൻ്റെ കൈമുത്തലും വലിയ ബഹുമാനമുള്ള ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചും കൊണ്ട് ഇതേമാതിരി തൊപ്പിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ ഞാൻ പോയി. സംസ്ലമ പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ധൈര്യത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചോളി. ആ ഒരു വാക്കും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. പകൽ മുഴുവതും പള്ളിയിൽ കിടക്കും, കാലിക്കായും കുടിച്ചിട്ട്. മനസ്സിലാക്കണം നിങ്ങളെ. രാത്രി എണീക്കും. റഹ്മത്തുള്ള കാസ്മി മൂത്തയിടത്തിന്റെ വാപ്പ മൂല്യരാണ്. മൂപ്പര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കാം. രാത്രി അവിടെ പോകും. രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് ഞാൻ മാറ്റിയവർക്ക് അവരോരോ വീട്ടുകളിലും പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കല്. പകൽ എന്നെ കൊണ്ട് കഴിയില്ല, ശരിയാക്കും. അങ്ങനെ രാത്രി അതിൽ 8 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. 8 മാസം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ 65 കുടുംബത്തിന് അങ്ങോട്ട് ഞാൻ മാമോദീസാമയ്ക്ക് എടുത്തെങ്കിൽ രണ്ടാമത് സഹാത്ത് കൽമ ചൊല്ലിക്കൊടുത്ത് അവരെ 65 കുടുംബത്തിന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പം മുണ്ടക്കനെ തെരഞ്ഞ് നടക്കാൻ തുടങ്ങി. ഞാൻ ഏതെങ്കിലും പള്ളിയിലകത്തായിരിക്കും, എന്നെ തെരഞ്ഞ് നടക്കാൻ തുടങ്ങി. മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് വന്നു. അതിന്റെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ തെറ്റുകളെ പറ്റിയിട്ട് ഞാൻ അവരുമായിട്ട് വെല്ലുവിളിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നിട്ടില്ല. യേശുവിനെ കുരിശിൽ തറച്ചിട്ടില്ല. അപ്പൊ അവിടെ ആരെയാ തറച്ചത്? ഈസാ നബി അലൈഹി ഇസ്ലാമിന് 33-ാമത്തെ വയസ്സിൽ ഉയർത്തപ്പെട്ടു. ഞാനിപ്പോ എന്തെന്നറിയോ, ഇപ്പൊ നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതന്മാർക്കൊക്കെ കോളേജുകളിൽ ക്രിസ്ത്യൻസിന്റെ പൊള്ളത്തരമാണ് ഇപ്പൊ വേണ്ടത്. അത് ഞാൻ സകല കോളേജുകളിലും ഞാൻ പോയിട്ട് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ആരാ എതിർക്കാൻ വരുന്നത്? ആരും വരുന്നില്ല. വന്നാൽ നടക്കൂല. കാരണം അതിനുള്ള തെളിവൊക്കെ എൻ്റെ അടുത്തുണ്ട്. വിടൂല്ല ഞാൻ. മനസ്സിലാക്കണം. അതെന്താ? യേശുവിന്റെ ഐറ്റം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ പറഞ്ഞു കുരിശിൽ തറച്ചു, 3-ാം ദിവസം ഉയർത്തപ്പെട്ടു. അല്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ചിട്ടുമില്ല, ഉയർത്തപ്പെട്ടിട്ടുമില്ല. അപ്പൊ അവിടെ കുരിശിൽ തറച്ചത് ആരെയാ? യൂദാസിനെ. ഒറ്റിക്കൊടുക്കാൻ പോയ യൂദാസ് ഉണ്ട്. ആ യൂദാസിനെയാണ് കുരിശിൽ തറച്ചത്. മനസ്സിലാക്കണം. അതിന്റെ ഉദാഹരണത്തിൽ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അവരുമായിട്ട് വെല്ലുവിളിച്ചു. എന്റെ സഹോദരന്മാരെ, നമ്മുടെ പള്ളിയിലുള്ള ഉത്സാഹന്മാരെ, പിന്നെ ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരായിട്ട് പറയുകയാണ്. നമ്മുടെ ഉസ്താദന്മാര്, ഞാൻ പറഞ്ഞ അവരെ കുറ്റം പറയല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ഉസ്താദന്മാര് ആർക്കെങ്കിലും പാവം പുറത്ത് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത പള്ളിയിൽ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആ പാവം ഉസ്താദ് പുറത്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ അവന് വന്ന് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഉസ്താദന്മാര്? ഇല്ലല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. നിങ്ങൾ നല്ലോണം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ 10-18 കൊല്ലം അച്ഛനായിരുന്നു കൊണ്ട് ഒരുപാട് എണ്ണത്തിന്റെ പാവം ഞാൻ പുറത്തു കൊടുത്തവനാണ്. അവരൊക്കെ ഇപ്പൊ പരിശുദ്ധമായിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അച്ഛന്മാർക്ക് എങ്ങനെയാ പാവം പുറത്തു കൊടുക്കാന്ന്? ഞങ്ങൾക്കറിയാം പാവം പുറത്തു കൊടുക്കാൻ. ഒരുപാട് പാവം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ എനിക്കറിയാം. ആർക്കും അറിയില്ല, എനിക്കറിയും. എൻ്റെ സഹോദരന്മാരെ, 10-18 കൊല്ലം അച്ഛനായിരുന്നു. പിന്നെ എന്താ വെറുതെയാണ്?
ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുമ്പസാരത്തിൽ കൂടെ അവന്റെ പാപം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മനസ്സിലാക്കുക. അതല്ലേ ക്രിസ്ത്യൻസ് നെളിഞ്ഞു നടക്കുന്നത്. അവന്റെ പാപം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുക, ഞങ്ങൾ പുറത്തു കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും അവന്റെ പാപം പിന്നെ നിങ്ങളെടുത്ത് എന്താ ചെയ്യാന്ന്? ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് നടക്കും. നിസാര കാര്യമാണ് പുറത്തു കൊടുക്കുന്നത്. ഗോതമ്പിന്റെ പൊടി കൊണ്ട് ഒരു അപ്പവും പപ്പടത്തിന്റെ കനത്തിൽ കുറച്ച് അപ്പം ചുടുക, ഇത്ര കഷ്ണമായിട്ട് കത്തിരി കൊണ്ട് നുറുക്കി ഒരു കോപ്പയിൽ വെക്കുക. മനസ്സിലാക്കണം. ഒരു കോപ്പയിൽ മുന്തിരിയുടെ നീര് വീഞ്ഞൊഴിച്ച് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ പാപം ചെയ്ത് കുമ്പസാരിച്ചിട്ടുള്ള ആണും പെണ്ണും ലൈനായിട്ട് വന്നിരിക്കുമ്പോൾ ഒരു കഷ്ണം അപ്പം എടുക്കുക, വീഞ്ഞിൽ മുക്കുക, ഓരോരുത്തരുടെ വായിൽ ഇട്ട് കൊടുക്കുക. അതെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള അപ്പം മുഴുവൻ പൊടിച്ചിട്ട് ആ വീഞ്ഞിലിട്ട് കലക്കി അത് മുഴുവൻ ഞങ്ങൾ കുടിക്കുക. ആ കുടിച്ചു കഴിഞ്ഞിരുന്ന അവന്റെ പാവം മുഴുവൻ നമ്മുടെ തലയിലായി. അങ്ങനെ 5 കൊല്ലം ഈ ജനങ്ങൾക്ക് മുഴുവൻ പാവം പുറത്തു കൊടുത്ത് നമ്മളിങ്ങനെ ചുമന്ന് നടക്കുകയാണ്. മനസ്സിലാക്കണം. ആ ചുമന്ന് നടക്കുന്ന ഞങ്ങളുടെ പാവം എവിടെ പോയി ചേരുക? ഈ 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കോഴ്സുണ്ട് റോമിലേക്ക്, ചെറിയ അള്ളാവിൻ്റെ അടുത്ത്, മാർപ്പാപ്പയുടെ അടുത്ത്. അപ്പൊ അവിടെ ചെന്നിട്ട് അയാളുടെ കൈ കിടക്കുന്ന മോതിരം ഞങ്ങൾ മുത്തിയ അയാൾ ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിലുള്ള പാവം മുഴുവൻ മൂപ്പരുടെ തലയിൽ പോയി, ഞങ്ങൾ ശുദ്ധിയായി. ഇത് നടക്കുന്ന കാര്യമാണോ? നടത്തി ഞാൻ. മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് സ്വർഗത്തിലേക്ക് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അത് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക? വഴി കാണിക്കുക എനിക്കറിയാം സ്വർഗത്തിന്റെ വഴി. പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ, അന്നറിയാം. അച്ഛനായിരിക്കുമ്പോ എനിക്കറിയും. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന അവൻ ഇന്ന് മരണപ്പെടും അല്ലെ നാളെ തീർന്നു പോകുമെന്ന് പറഞ്ഞാൽ അവൻ അന്തികൂതാസ കൊടുക്കാൻ അച്ഛനെ കൊണ്ടുപോവാ. അന്തികൂതാസ അച്ഛൻ അവിടെ ചെന്നിട്ട് അവന്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആശീർവാദമൊക്കെ കൊടുത്ത് ബൈബിളൊക്കെ എടുത്തൊന്ന് പ്രാർത്ഥിച്ച് അവന്റെ തലയ്ക്ക് ചവിട്ടി എഴുതുന്ന കൊണ്ട് ചൊല്ലിക്കൊടുക്കുക സ്വർഗത്തിന്റെ വഴി. ലാദൽ, ലഗരിയ, ലീദൽ, ലുഗൂതി, ഇക്രിയ, ചൂതൽ, മഹവ എന്ന് ചൊല്ലിക്കൊടുക്കും. സ്വർഗത്തിന്റെ വഴിയാണ്, വെറും കളിയല്ല കേട്ടോ. അത് ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞിട്ട്, അതായത് ആവറേജ് കുറഞ്ഞത് 500 രൂപ മുതൽ 5000 വരെ കിട്ടും. അത് വാങ്ങിച്ച് ഞങ്ങൾ കേസിലിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഒരുപാട് പേർക്ക് പാവം പുറത്ത് കൊടുത്ത്, അങ്ങനെ കൊടുത്ത പാവം പുറത്ത് കൊടുക്കുക. ചില മനുഷ്യന്മാര് ആ അന്തി ഉദാസ കൊടുത്തവര് ഇപ്പം മരിച്ചില്ല, ഇപ്പം മരിക്കാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വന്നിട്ട് പിന്നെ അന്തി ഉദാസ കൊടുക്കണ്ട, അച്ഛൻ പറഞ്ഞ വഴി അറിയാമല്ലോ, ആ വഴിയെ കൂടെ അങ്ങോട്ട് പോയി തീർന്നാൽ ഒരു പാലവും കിടക്കണ്ട, പുഴയും കിടക്കണ്ട, ഒന്നും കിടക്കണ്ട, നേരെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടും. അവിടെ കിടന്നാൽ മതി, വായിൽ ഉറക്കുമ്പോൾ അങ്ങോട്ട് ചാടിയാൽ മതി. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്വർഗത്തിന്റെ വഴി, അല്ലാതെ നമ്മൾ പറയുന്ന വഴിയൊന്നും അല്ല. എൻ്റെ സഹോദരന്മാരെ, 10-18 കൊല്ലം അച്ഛനായിരുന്നു കൊണ്ട് ഒരുപാട് ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഒക്കെ സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുത്തവനാണ് ഈ മുണ്ടക്കൻ ഇബ്രാഹിം. പോയവന്റെ ഒക്കെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, അള്ളാഹു ആയാലും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ ഇസ്ലാമിൽ വന്നതും ഇസ്ലാമിന് വേണ്ടി അത് വളരെ ബുദ്ധിമുട്ടിയിട്ടും ഞങ്ങൾ മഹാനായ സംസുലമ, ആ മഹാനവർകൾ നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തിനെ പറ്റി, എനിക്കറിയാം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം താമസിച്ച ആളാണ് നന്ദി ദാറുൽ കോളേജിൽ. അദ്ദേഹത്തിൻ്റെ ഓരോ ഐറ്റങ്ങളും ഞാൻ കണക്കിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് വിജയമല്ലാതെ പരാജയം വന്നിട്ടില്ല. അതാണ് മഹാനവർ. ആ മഹാനവറുകൾക്ക് നിങ്ങൾക്ക് ഒന്നറിയാം, നന്ദിയിൽ വന്നിട്ട് എല്ലാ ഉത്സാഹന്മാർക്കും നല്ല നല്ല ബിൽഡിംഗ് റൂമുകളാണ്, വലിയ വലിയ റൂമുകളാണ്. മഹാനവറുകൾ എവിടെയാ താമസിച്ചിരുന്നത്? ഒരു പള്ളിയുടെ കിവില റൂമാക്കിയിട്ട് അതിൻ്റെ അകത്താണ് താമസം. മനസ്സിലാക്കണം നിങ്ങൾ. വലിയ ആഡംബരം അദ്ദേഹത്തിന് ആവശ്യമില്ല, വലിയ കൊട്ടാരം ഒന്നായിരിക്കില്ല. പഴയ ഒരു ഓടിട്ട് പെര കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഉസ്താദിന് വേണമെന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, അതിൻ്റെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ മറ്റ് ഇതിലൊക്കെ ഉള്ള ചില ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെ ഉണ്ട് ചില ബിൽഡിംഗ് ഒക്കെ. ഏത് കൊട്ടാരം പോലത്തെ വീടുകളും റോട്ടിൽ നിന്ന് പെരയിലേക്കുള്ള നല്ല മാർബിളിട്ട ആ റൂട്ടും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവരവിടെ ഇവരവിടെ. മനസ്സിലാക്കണം. പക്ഷെ ഇതൊന്നും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള രീതികൾ, എൻ്റെ സുഹൃത്തൊരാളുണ്ട്, അയാൾ ആ മതത്തിൽ ഇരുന്നുകൊണ്ട് നല്ലോണം
അതിൻ്റെ തെറ്റുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ മഹാൻ അവരുമായിട്ട് തെറ്റിക്കൊണ്ട് നമ്മുടെ സമസ്തയിലേക്ക് വന്നിട്ടുള്ള ഒരു തോട്ടുമുക്കം സക്കാപ്പിയുണ്ട്. ആ തോട്ടുമുക്കം ഏറ്റവും ഒറ്റ സുഹൃത്ത് തോട്ടുമുക്കം സക്കാപ്പി. ഇന്ന് നോക്കി ചികിത്സ ഉണ്ട്. അത് മാത്രമല്ല, മൂപ്പര് നടന്ന് വലിയ ദർശനമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ കൂടെ നല്ല പ്രാസിംഗനുമാണ്. മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഉദാഹരണങ്ങള്. അതിന്ന് ഒന്നല്ല, ഒരുപാട് സക്കാപ്പിമാര് വന്നിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞ ആരെയും കുറ്റം പറയുകയല്ല. ഓരോ ഐറ്റങ്ങളും ഓരോ രീതികളും ഒരിന്റെ അടിസ്ഥാനത്തിൽ കൂടെ പോകണം. മഹാനായ സംസലമ എവിടെ, മറ്റവരെവിടെയാണ്, അത് നമ്മൾ കണക്കിലെടുക്കണം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുന്നത്, മഹാനായ സംസലമ എന്ന് പറയുന്ന അദ്ദേഹം, ഞങ്ങള് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, മുണ്ടയ്ക്കാൻ നിങ്ങൾ മറ്റേ ഏറുവാടി ഒക്കെ പോകുമ്പോൾ നിങ്ങൾ മുത്തുപേട്ട പ്രത്യേകിച്ച് പോകണം. മുത്തുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ദാവീദ് ഹക്കീം റളിയല്ലാഹുവിന്റെ ആ മഹത്വം മഹാൻ അവർക്കുണ്ട്. മനസ്സിലാക്കണം. പല രോഗികളെയും അദ്ദേഹം പറഞ്ഞു വിട്ട് മാറിയിട്ടുള്ളതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഇന്നും ഇതിനു മുമ്പ് എന്നെ കൊല്ലണ്ടിയാണ്. മഹാനായ സംസലമ എനിക്ക് തന്ന നിർദ്ദേശം എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് ആ അനുഗ്രഹവും കൊണ്ട് ഞാൻ നടക്കുക. ഇതിനു മുമ്പ് എന്നെ കൊല്ലണ്ടിയാണ്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഹിന്ദു മതത്തിൽ നിന്ന് നമ്മുടെ മതത്തിലേക്ക് വന്ന ഒരാൾ. ആ ആളും ഞാനും കൂടെയാണ് ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ട്, അന്ന് അവിടെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന ആളെ പറയുമ്പോൾ അവിടെ പള്ളിയിൽ കൂടിയിരുന്നു. ആ തണുപ്പ് പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടും. നേരം വെളുത്താൽ ഒരു ചായയും ഒരു വെള്ളയപ്പവും തിന്നും കൊണ്ട് ഞങ്ങളിങ്ങനെ, അവൻ ഹിന്ദുക്കളുടെ ഏരിയയിൽ, ഞാനിങ്ങനെ ഓരോ ഏരിയയിലും ഇങ്ങനെ പോവും. പക്ഷെ എനിക്ക് കുറഞ്ഞ ആളുകളെ കിട്ടിയിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ ആ സുഹൃത്ത് 40 ഹിന്ദു കുടുംബത്തിനെ നമ്മുടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഹിന്ദു കുടുംബം 40 ഹിന്ദു കുടുംബത്തിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആ സുഹൃത്ത്. അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു പ്രാവശ്യം, അതായത് വന്നിട്ട് ബയലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ട്. അതിനു മുമ്പ് എന്നെ കിട്ടിയാൽ കൊല്ലും, എന്നെ കിട്ടിയാൽ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നതാണ് മറ്റുള്ളവർ. ഞങ്ങൾ രണ്ടുപേരും ബയലത്തൂർ വെച്ചും കൊണ്ട് ചായ കുടിച്ച് പിരിഞ്ഞ്, കൈ കൊടുത്ത് പിരിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തിരൂര് വെച്ചും കൊണ്ട് അവൻ RSSകാർ വെട്ടിക്കൊന്നത്. അതാണ് യാസർ. മനസ്സിലാക്കണോ? യാസറിനെ അറിയാൻ ചില ആൾക്കാർക്ക്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ മഹാനായ സേഖന സംസലമ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൊന്നാനിയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൊണ്ട് വിട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം. ആച്ചന്മാർ മാത്രമല്ല, കന്യാസ്ത്രീമാരെ കൊണ്ടുവന്നിട്ട്, ഞാൻ 3 കന്യാസ്ത്രീമാരെ കൊണ്ടുവന്നു. പൊന്നാനി കൊണ്ടുപോയി മതം മാറി അവർ വന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരും മാനന്തവാടി സൈഡിൽ കല്യാണം കഴിച്ച് 2-3 മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണം. അത് എൻ്റെ കഴിവല്ലാതെ, എൻ്റെ കഴിവല്ല. ആ ധൈര്യത്തോടു കൂടി മഹാനായ ശൈഖുനാ സംസലമ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശപ്രകാരം ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അത് മരണം വരെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. സംസലമ തന്ന അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യാനും കഴിയില്ല. മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ ഉദാഹരണം. എന്നെങ്കിലും ഒരു ദിവസം മനുഷ്യൻ ജനിച്ചാൽ മരിക്കുമല്ലോ. ആ ധൈര്യത്തിൽ കൂടെയാണ് നമ്മുടെയൊക്കെ പോക്ക്. ആ നല്ല രീതികളിൽ പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒന്ന്. രണ്ടാമത്, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. മൂപ്പര് നിങ്ങളടുത്ത് നല്ലോണം പറയും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. ഇവിടെ 2 മഹാന്മാർ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ്, ഒന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ, ഒന്ന് മഹാനായ ശൈഖുനാ സംസലമ. ഈ 2 മഹാന്മാരുടെയും ഞാൻ കണ്ട് അവരുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ ഞാൻ പ്രായമായെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ്. മനസ്സിലാക്കണം. അങ്ങനെ ഉള്ള നല്ല ആ മഹാന്മാരെ നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത്. സുന്നിയായിട്ട് സുന്നത്ത് ജമാഅത്തിനെ മുറുക്കി പിടിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികം നിർത്തുകയാണ്. സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.